മാഡം ഫസ്റ്റ് ബസ്സിന് ടൗണിലേക്ക് പോകണമെന്ന് തോന്നണേ. നമ്മുടെ ജീവിതം കുളം തോണ്ടിയിടാ. എന്താ അങ്ങനെ വിട്ടാ പറ്റില്ല. വാടാ വരട്ടെ, വന്നിട്ട് ചാടിക്കാം. വിടരുതവനെ. ഈ കൊച്ചുകളെ പങ്കാളി തന്നെ ഇങ്ങോട്ടാ ഒരുങ്ങി കുട്ടപ്പനായിട്ട് കാര്യം പറയുന്ന പാടുള്ള പ്രശ്നമേ ഇല്ല. നീ എവിടേക്കാ പോണത് പറയടാ. ടൗണിലേക്ക്. ടൗണിലേക്കോ? എന്തിനാ നീ ടൗണിലേക്ക് പോകുന്നത്? ഇന്നുകൊണ്ട് എനിക്ക് അറിയണം ഞാൻ ഒരു വിഡ്ഢിയാണോ. അതെന്നെ അറിഞ്ഞതാ നീ ഒരു പമ്പര വിഡ്ഢിയാണെന്ന്. ഇനിയിപ്പൊ ടൗണിൽ ചെന്ന് പ്രശ്നം വഷളാക്കി ഞങ്ങളെ കുത്തുവെള്ളം എടുപ്പിക്കണോടാ. മാറി നിൽക്ക്. ആരെതിർത്താലും ഞാൻ പോവും. പറയാനുള്ളവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. ഒരു ഉറപ്പ് ഞാൻ തരാം, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ കാരണം നിങ്ങളുടെ ജോലി പോയില്ല. പോരെ? മുരളി, ടൗണിൽ നിന്ന് വരുമ്പോ കുറച്ച് പാറ്റയും കൂടി വാങ്ങിച്ചോളൂ, ഞങ്ങളുടെ കഞ്ഞിയിലിടാൻ. അവിടെ പോവാം. എന്താ നീ നാക്ക് കുടിക്കുന്നില്ലേ? നാക്കിറങ്ങിപ്പോയടാ. ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഇവിടെ വെച്ച് തന്നെ പറയാം. ചക്കരക്കല്ല് കരുണാട്ടാക്കീസിൽ CID ഉണ്ണികൃഷ്ണൻ BA B.Ed. കോഴിക്കള കോഴിക്കളൻ കോഴിക്കളൻ സന്ധ്യ, എന്താ കാലത്ത് തന്നെ ടൗണിൽ? സത്യത്തിൽ വന്നത് കുറച്ച് നാളെ ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട്. ഹായ് സന്ധ്യ. ഹായ്. കൂടെ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ആരാടി ഇത്? ഞാൻ പറയാം, കോഴിക്കള്ളൻ. അയ്യോ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന് ലവ് ലെറ്റർ കൊടുത്ത മഹാൻ അല്ലേ? എന്നെ എന്തിനു നുള്ളുന്ന്? നീ തന്നെ പറഞ്ഞെന്ന കാര്യങ്ങളല്ലേ? അയ്യോ, കുശാലായി. എന്നെ ഇന്നവള് നുള്ളി തിന്നും. പൊയ്ക്കോട്ടെ. വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണോ വന്നത്? അതെ, വീട്ടിൽ ഞാൻ പോയിട്ട് പറഞ്ഞോളാം. പക്ഷെ ഇപ്പൊ നിങ്ങളോട് പറയാം, സ്റ്റിൽ ഷീ ഹാസ് ലവിങ് മീ. സന്ധ്യ എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായോ? എന്താ സാർ, എടുക്കട്ടെ? നല്ല എണ്ണ, മുഴുത്ത 4 എണ്ണം. ഇല്ല, സത്യം മുഴുവനും പറയാതെ ഞങ്ങൾ ഈ കോഴിയെ തൊടില്ല. മോഷ്ടിച്ചതല്ലടാ, എന്റെ പെറ്റമ്മ സത്യം ഞാൻ വാങ്ങിച്ചതാ. അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഒന്ന് തീറ്റിക്കണമെന്ന് തോന്നി. തിന്നെ 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 തിന്നെ. അല്ല, ഇഷ്ടമാണെന്ന് നിന്റെ മുഖത്ത് നോക്കി തന്നെയാണോ പറഞ്ഞത്? എടാ, മുഖത്ത് നോക്കാതെ പിന്നെ തലേ നോക്കിയാണ് പറയാ. വേണമെങ്കിൽ എടുത്തു. ഞാൻ പട്ടാപ്പകൽ പട്ടണത്തിലെ പൊതുനിരത്തിൽ വെച്ച് നിന്റെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാൻ അവൾക്ക് എങ്ങനെ ചങ്കൂറ്റുണ്ടായി? എനിക്ക് അതിൽ അത്ഭുതം. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും നട്ടപ്പാതിരക്ക് നാട്ടുമുക്കിൽ വെച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ കൂട്ടുകാരിയോ? കൂട്ടുകാരി? എടാ, ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവള് മാറി നിന്നു. എല്ലാരും നിങ്ങളെ പോലെ സ്വാർത്ഥന്മാരല്ലോ. നിശ്ചയിക്കണില്ല. ഞങ്ങൾ അല്പം സ്വാർത്ഥമായിട്ട്
സംസാരിച്ച് പോയി. എടാ അത് ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടല്ലേ. എന്തായാലും ഞങ്ങൾക്കിപ്പോ സന്തോഷായടാ. ഞങ്ങളുടെ ജോലി ഭദ്രമായല്ലോ. നാളത്തെ ഞങ്ങളുടെ കൊച്ചുമലയാണ് നീയാ. തൃപ്തിയാടാ. അളിയാ സമ്മതിച്ചിരിക്കണു. അല്ല, കോഴിയിറച്ചി ഞങ്ങളെ തീറ്റിക്കാൻ ഇത്രയും സ്നേഹം കാണിച്ച ആ കൂട്ടുകാരിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തല്ലേ നീ? കൊടുത്തു. ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. സന്ധ്യയ്ക്കും ഒരേ നിർബന്ധം. ആ, നീ കഴിച്ചോ? കഴിച്ചു. ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പകുതി അവൾക്കും പകുതി ഞാനും കഴിച്ചു. അതെന്താ നിന്റെ കാശ് തയ്ഞ്ഞില്ലേ? കാഷ് ഒക്കെ ഉണ്ടായിരുന്നു. എടാ അതാണ് റൊമാൻ. അത് കലക്കിയടാ. ബീച്ചിൽ പോയടാ. പൂവ് തട്ടിയും മുട്ടിയൊക്കെ നടന്നോ? പൂവ് ചുബിച്ചോളെ. ഞങ്ങളോട് എന്തിനാണ് വിളിക്കുന്നത് പറയടാ. ഇല്ല, അവള് കല്യാണത്തിന് ശേഷം മതി എന്ന് പറഞ്ഞു. മതിടാ, അത് മതി. എന്തായാലും സ്വന്തമായിട്ടൊരു കാമുകിയെ നീ സമ്പാദിച്ചല്ലോ, അത് തന്നെ ധാരാളം. ഒന്ന് നിർത്തണ. കാര്യങ്ങളൊക്കെ ഇങ്ങനെയായ സ്ഥിതിക്ക് ആ കോവാല മുതലാളിക്കിട്ട് ഞങ്ങളൊരു കളി കളിക്കും. അതെ, കളിക്കണം. ഡാ. എന്താടാ? എടാ, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ 20 മിനിറ്റ് ലേറ്റാ. ഇനി കിളവനെങ്ങാനും പ്രശ്നം ഉണ്ടാക്കോടാ. എല്ലാം പറഞ്ഞ പോലെ മൈൻഡ് ചെയ്യരുത്. ഓച്ചാനിച്ചും തൊഴുതും കൃത്യത കീപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ആസന്ന ഭാവിയിൽ തന്നെ ഈ സ്ഥാപനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുരളിയുടെ കയ്യിൽ. പിന്നെ നമ്മളാര്, ഇയാളാര്? ശരിയാ. ഇപ്പോഴേ കിളവനൊന്നും ഒതുക്കിയാലേ അപ്പൊ നമുക്ക് എന്തെങ്കിലും കളിക്കാൻ പറ്റൂ. വാടാ. അയ്യോ ഈശ്വര. മുതലാളി വന്നിട്ടുണ്ട്. ദേ വാടാ. കയ്യിലോട്ട് പോരെ. പതറരുത്. നിക്കവിടെ. ആർക്ക് മിണ്ടം വെക്കാൻ പോയിട്ടാടാ വരുന്നേ? സമയം എത്രയെന്നറിയാവോ? 9:30. അതിനെന്താ ലോകം അവസാനിക്കാറായോ? അല്ല, ഇപ്പൊ കൂട്ടത്തിൽ ആരെങ്കിലും ചത്തുപോയെന്ന് വിചാരിക്കുക. കൃത്യത പാലിക്കാൻ പറ്റുമോ? ജോലിക്കാരാണെങ്കിലും ഞങ്ങൾ മൃഗങ്ങളല്ല, മനുഷ്യരാണ്. അതാണ്. ഇൻകം ടാക്സിന്റെ പേപ്പർ അയച്ചു ആവോ? അതിന് ഇനിയും സമയമുണ്ടല്ലോ. 18-ാം തീയതി അല്ലേ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇലക്ട്രിസിറ്റി ഓഫീസിലെ പെറ്റീഷന്റെ കാര്യം നാളെ എങ്ങനെ അയക്കാം. പാടാ. മുഴുവനും കേട്ടില്ല, എന്നാലും മനസ്സിലായി. ഇതിനെങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു? അതെ, കേൾക്കുന്ന ചെവിയേതാ? എന്തോ കേൾക്കുന്ന ചെവിയേതാന്ന്? കടുക്കനിട്ട ഈ ചെവി. ഇങ്ങൊന്ന് തന്തയ്ക്ക് പറഞ്ഞാ മതി. നാരായണൻകുട്ടി, ഇന്ന് ഇളം എടുത്തോണ്ട് പോടും. അല്ലെങ്കിൽ തന്നെ മില്ലിപ്പോവാൻ വൈകി. നീ എവിടെ പോയി കിടക്കാടാ കരുതേ? ഉടനെടുക്കാൻ പറഞ്ഞിട്ട് കൊടയമായേ കുറെ നേരമായി ഞാൻ റോന്തിറ്റാൻ തുടങ്ങിയിട്ട്. എന്നാ കുന്താം. ഞാൻ 10 കിളുപ്പം. കിടുവയെ കണ്ടെന്ന് വരണ്ടെന്നുള്ളു. കടുവ 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 തന്നെയാടാ. ഇങ്കുണ്ടോ? ബ്ലാക്ക് ആണ്. അത് മതി. ഐസ്ക്രീം ഐസ്ക്രീം. ഐസ്ക്രീമോ? മനസ്സിലായി, ഞങ്ങൾ അറിഞ്ഞു. ബീച്ച് ബീച്ച്. ബീച്ചോ? എന്തായി പറയണേ? ബീച്ച് ഞങ്ങളോട് മാത്രമെല്ലാം പറഞ്ഞു. ക്ലോസ് ഫ്രണ്ട്സ് ആണേ. നിങ്ങൾ എന്തായി പറയണേ? ക്ലോസ് ഫ്രണ്ട്സോ? പൂച്ച പാല് കുടിച്ചത് ആരും അറിഞ്ഞില്ലെന്നാ ഭാവം. പഠിച്ച കള്ളിയാ. ബൈക്ക് സാറ് വരുന്നുണ്ട്. മൈൻഡ് ചെയ്യരുത്, വെയിറ്റ് ഇട്ടിരിക്കണം. പിന്നെ അല്ലാതെ ഇവനൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നത്? ഹലോ, എന്താ പേര് പറഞ്ഞത്? മുമ്പേ പറഞ്ഞാണല്ലോ, MC പ്രകാശൻ, കുഞ്ചു. യെസ് മിസ്റ്റർ കുഞ്ചു. ഒരു നമ്പർ ഡയൽ ചെയ്യൂ. 777. സോറി, സ്വല്പം ബിസിയാണ്. ട്രൈ ചെയ്തോളൂ. മിസ്റ്റർ പ്രകാശ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഈ വിരലെടുത്ത് ഹോളിലിട്ടൊന്ന് കറക്കിയാൽ മതി. 777-477.